ഹല്ലേലൂയാ. ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ധ്യാനം കൂടാനും പ്രാർത്ഥിക്കാനും ഓടിച്ചെല്ലുന്ന കേരളത്തിലെ വൈദികരിൽ വളരെ പ്രധാനപ്പെട്ട വളരെ കൃപയുള്ള ഒരു അച്ഛന്റെ പേരാണ് അണക്കരയിലെ ഡൊമിനിക് വാളമനാലച്ഛൻ. ഈ ഡൊമിനിക് വാളമനാലച്ഛന്റെ പ്രത്യേകത, അച്ഛൻ കൈകൾ ഉയർത്തുമ്പോൾ, കരമുയർത്തുമ്പോൾ പൈശാചിക ശക്തികൾ കീഴടങ്ങും. അതുപോലെ ഈ കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല മറ്റൊരു കത്തോലിക്ക വൈദികൻ അത്രയും ഈ മേഖലയിൽ, ഡെലിവറൻസിന്റെ മേഖലയിൽ അത്രമേൽ കൃപ പ്രാപിച്ച ഒരു അച്ഛനാണ് ഡൊമിനിക് അച്ഛൻ. അച്ഛൻ ഈ കൃപയിലേക്ക് വന്നൊരു സാഹചര്യം നിങ്ങളോട് ഞാൻ പറയാം. ഒരു സാധാരണ വൈദികനായി കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ചെറിയ ചെറിയ ഇടവകകളിൽ ശുശ്രൂഷ ചെയ്യുകയും ചെറിയ കൗൺസിലിംഗ് കൊടുക്കുകയും ചെറിയ ചെറിയ പള്ളികളിൽ പോയി പ്രാർത്ഥനകൾ നടത്തുകയും വചന ശുശ്രൂഷ ചെയ്യുകയും ഒക്കെ ചെയ്ത കാലഘട്ടത്തിൽ ഡൊമിനിക് അച്ഛന് ട്യൂമർ, ക്യാൻസർ രോഗം പിടിപെട്ടു. അദ്ദേഹത്തിന് രോഗം പിടിപെട്ട് ചെറിയ പ്രായത്തിൽ തന്നെ രോഗം പിടിപെട്ട് അദ്ദേഹം മരണാസന്ന നിലയിലായി. അദ്ദേഹം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പ്രീസ്റ്റ് ഹോമിൽ, വയസ്സായ അച്ഛന്മാരെ താമസിപ്പിക്കുന്ന സ്ഥലത്ത് പ്രീസ്റ്റ് ഹോമിൽ മരണം കാത്തു കഴിയുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് കൺമുമ്പിലേക്ക് വന്നുപെട്ട മരണത്തിന്റെ വിഷരേണുക്കൾ സിരകളെ കുത്തിവലിക്കുന്ന രോഗത്തിന്റെ ദൈന്യതയിലും വേദനയിലും മനസ്സും ശരീരവും വെന്തു വേദനിച്ച് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്ന കാലഘട്ടത്തിൽ, പ്രിയപ്പെട്ടവരെ, ഈ വേദപുസ്തകത്തിൽ 73 പുസ്തകങ്ങളിലായി 35,520 വചനങ്ങളുണ്ട്. എത്ര വചനമുണ്ട്? 35,520 വചനമുണ്ട് കത്തോലിക്ക സഭ ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിൽ. എത്ര വചനമുണ്ട്? 35,520 വചനമുണ്ട്. അദ്ദേഹം ഈ വേദപുസ്തകത്തിലെ 35,520 വചനത്തിൽ മരണം കാത്തു കിടക്കുന്ന മരണശയ്യയിൽ അദ്ദേഹത്തിന്റെ മേൽ ഒരു മരുന്നും വലിക്കാതായ കാലഘട്ടത്തിൽ അദ്ദേഹം ഈ വേദപുസ്തകത്തിലെ 35,000-ഓളം വചനങ്ങളിലെ 2,500 വചനങ്ങൾ കാണാതെ പഠിച്ചു. അധ്യായം വാക്യം സഹിതം മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ഒരു ടേപ്പ് റെക്കോർഡറിൽ ദൈവത്തിന്റെ വചനം വെച്ച്, ഒരു ഇയർഫോൺ വെച്ച്, ഹെഡ്ഫോൺ വെച്ച് ഇത് കേട്ടുകൊണ്ട് 2,500-ഓളം ദൈവവചനങ്ങൾ അദ്ദേഹം കാണാതെ പഠിച്ചു. 2 കാര്യങ്ങൾ അദ്ദേഹത്തിന് സംഭവിച്ചു. ഒന്ന്, അദ്ദേഹത്തിന്റെ മാരകമായ ട്യൂമർ രോഗം, ക്യാൻസർ രോഗം വിട്ടുപോയി. 2, അദ്ദേഹത്തിന്റെ മേൽ പൈശാചിക ശക്തികളെ ബന്ധിക്കാനുള്ള സ്വർഗത്തിന്റെ കരം വന്നു വീണു. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവവചനം കണ്ണും പൂട്ടി വിശ്വസിക്കണം.